ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലെ പ്രീമിയം ബ്രാൻഡുകളുടെ നോർത്ത് മലബാറിലെ തന്നെ ബിഗ്ഗസ്റ്റ് എക്സ്പീരിയൻസ് സെന്റർ ആയിട്ടുള്ള ABC എക്സ്പീരിയയിലേക്കാണ്. അപ്പോൾ ഹായ് സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഞാൻ ABC എക്സ്പീരിയയുടെ മാനേജറാണ്. എൻ്റെ പേര് താരിഖ്. ഓക്കെ. ആക്ച്വലി ഈ ഒരു ABC എക്സ്പീരിയ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ 26 വർഷമായിട്ട് മാർക്കറ്റിലുള്ള ABC ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ സംരംഭമാണ് ശരിക്കും ABC എക്സ്പീരിയ. ഓക്കെ. നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ലോകോത്തര ബ്രാൻഡുകളായ നെക്സിയോൺ, സിംപോളോ, ജാഗ്വർ, ആർട്ടിസ്, എസ്കോ പോലുള്ള 5ഓളം ബ്രാൻഡുകളുടെ ഒരു ലക്ഷറി ഷോറൂം തന്നെയാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു എക്സ്പീരിയൻസ് സെന്റർ എന്നൊക്കെ പറയല്ലേ? അതെ അതെ അതെ. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് ഓക്കെ. നമുക്ക് ആദ്യം ജാഗ്വറിന്റെ പ്രോഡക്ട്സ് ഒന്ന് നമുക്ക് കാണാം. ഓക്കെ. ഇതൊക്കെ ജാഗ്വറിന്റെ ടബാണ്, ബാത്ത് ടബാണ്. പിന്നെ ജാഗ്വർ ഇത് പുതിയ സീരീസിലുള്ള ലഗുണ എന്ന് പറയുന്ന ഒരു സീരീസിലുള്ള പ്രൊഡക്റ്റാണ്. അത് നമുക്ക് കുറേ കളേഴ്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ അതിന്റെ നല്ല രീതിയിൽ ഡിസ്പ്ലേ, ഇപ്പം അതും അതിന്റെ ഒരു ബ്ലാക്ക് മാറ്റിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഏത് തരത്തിലുള്ള ആൾക്കാർ വന്നാലും നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അതെ. ഇത് ജാഗ്വറിന്റെ വാൾ മൗണ്ടഡ് ബേസിൻ ടാപ്സ് ആണ്. അത് മിക്സേഴ്സും അതുപോലെ നമുക്ക് കോൾഡ് ഓൺലി രണ്ടും അവൈലബിൾ ആണ്. അതുകൂടാതെ ഇപ്പൊ ജാഗ്വറിന്റെ ഡൈവേർട്ടർ സിസ്റ്റം ആണ് ഇത്. ഡൈവേർട്ടറിൽ നമുക്ക് പിന്നെ ക്രോം കൂടാതെ 12ഓളം കളേഴ്സ് അവൈലബിൾ ആണ്. അതിപ്പോ എല്ലാ മോഡലിലും നമുക്ക് കളേഴ്സ് കിട്ടൂല, പക്ഷെ ചില മോഡൽസിൽ എല്ലാ കളേഴ്സും കിട്ടും. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ജാഗ്വറിന്റെ തന്നെ വാൾ മൗണ്ടഡ് WC ഉണ്ട്. പിന്നെ അതുപോലെ ടാബിൾ ടോപ്പ് വാഷ് ബേസിൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡിഫറെന്റ് കളർ എന്ന് വെച്ചാൽ നമുക്ക് വൈറ്റ് മാറ്റിൽ കിട്ടും, പിന്നെ ഗ്രേ മാറ്റിൽ കിട്ടും, ബ്ലാക്ക് മാറ്റിൽ കിട്ടും, പിന്നെ വൈറ്റ് ഗ്ലോസി, അങ്ങനെ കളേഴ്സിലാണ് കിട്ടുക. ഇതിന്റെ വൺ പീസ് ആയിട്ട് വരുന്ന സിംഗിൾ പീസിൽ വരുന്ന സാധനങ്ങളുണ്ട്, നമുക്ക് കാണാം. പിന്നെ ഞാൻ പറഞ്ഞു ജാഗ്വറിന്റെ ഡൈവേർട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഒരു 5 ടൈപ്പ് ഡൈവേർട്ടേഴ്സ് ജാഗ്വറിൽ കിട്ടും. 2 വേ നോർമൽ, 3 വേയിൽ കിട്ടും. അതിന്റെ തന്നെ പിന്നെ തെർമോസ്റ്റാറ്റിക്കിൽ 2 വേയിൽ കിട്ടും. അതിന്റെ തന്നെ 3 വേ കിട്ടും. പിന്നെ ക്ലൗഡിൽ വരുന്നൊരു ഡൈവേർട്ടറും ഉണ്ട്. എല്ലാം നമുക്ക് ഇവിടെ ഡിസ്പ്ലേ കാണാനുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ജാഗ്വറിന്റെ തന്നെ വാട്ടർ ഹീറ്റേഴ്സ് ആണ്. വാട്ടർ ഹീറ്റേഴ്സ് ഇൻസ്റ്റന്റിലും അതുപോലെ സ്റ്റോറേജ് വാട്ടർ ഹീറ്റേഴ്സും ഉണ്ട്. ഇൻസ്റ്റന്റ് വാട്ടർ ഹീറ്റർ എന്ന് പറയുമ്പോൾ 1 ലിറ്റർ 3 ലിറ്റർ നമുക്ക് മെയിൻലി കിച്ചൺ യൂസിനൊക്കെയാണ് യൂസ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ളത് 6 ലിറ്റർ മുതൽ മേലോട്ട് 200 ലിറ്റർ വരെയൊക്കെയുള്ള വാട്ടർ ഹീറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഹീറ്റ് പമ്പ്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനുണ്ട്. പിന്നെ ജാഗ്വറിന്റെ നമുക്ക് സോളാറിലൊക്കെ വരുന്നത് ജാഗ്വറിൽ വരുന്നുണ്ടോ? ഇല്ല, സോളാർ വാട്ടർ ഹീറ്റർ ജാഗ്വറിൽ ഇല്ല. പക്ഷെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഹീറ്റ് പമ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഹീറ്റിനെ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ചൂടാക്കുന്ന സംഭവം. ഇതൊക്കെ നമ്മള് പിന്നെ ജാഗ്വറിന്റെ നമ്മുടെ വാൾ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺസീൽ സിസ്റ്റം ഉണ്ട്. അത് ഫുൾ ഫ്രെയിമിലും ഹാഫ് ഫ്രെയിമിലും നമുക്ക് കിട്ടും. പിന്നെ ഇതൊക്കെ സിംഗിൾ ടാപ്സ് ആണ്. അത് ഡെക്ക് മൗണ്ടും കിട്ടും, അതുപോലെ വാൾ മൗണ്ടഡും കിട്ടും. ഓക്കെ. നമ്മൾ അവിടെ കണ്ടതിന്റെ വെറൈറ്റീസ് നേരത്തെ പറഞ്ഞ തെർമോസ്റ്റാറ്റിക്കിന്റെ വെറൈറ്റീസ് ആണ്. ഇതിലാണ് നമ്മൾ 13-12ഓളം. അതെ. ഇതിൽ ഓരോന്നിലായിട്ട് കിട്ടുന്നതാണ്. ഇത് ജാഗ്വറിന്റെ തന്നെ പിന്നെ ടാബിൾ ടോപ്പ് വാഷ് ബേസിന്റെ കളക്ഷനാണ്. ഇത് നമുക്ക് സെമീൻ സെറ്റ് എന്ന് പറയും. നമുക്ക് ഒരു പകുതി വരെ ഇറക്കി വെക്കാൻ പറ്റുന്ന വാഷ് ബേസിനാണ്. നമുക്ക് അതിൽ തന്നെ നമ്മളിപ്പോൾ ടാബിൾ ടോപ്പ് വാഷ് ബേസിന് കൊടുത്തിട്ടുള്ളത് സെൻസർ ടാപ്പാണ്. ഹാഫ് പെഡസ്റ്റൽ, അതുപോലെ നമുക്ക് ഇന്റഗ്രേറ്റഡ് വാഷ് ബേസിൻ എന്ന് പറയാം. അത് നമുക്ക് സ്ക്വയറിലും അതുപോലെ ഓവൽ ഷേപ്പിലും രണ്ടും അവൈലബിൾ ആണ്. ഇവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ. ഇത് നമ്മുടെ ജാഗ്വറിന്റെ ഒരു സ്പാ യൂണിറ്റ് ആണ്. ഇത് 3 സീറ്ററാണ് വരുന്നത്. നമുക്ക് ഇതിൽ ക്രോമോതെറാപ്പി അടക്കമുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതിലുണ്ട്. 3 പേർക്കുള്ള നമ്മുടെ വാട്ടർ മസാജും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കൈ വെച്ചാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സംഭവം അടിപൊളി. നമ്മള് മറ്റുള്ള ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാല് ഈ സാധനം മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതന്നെയാണ് നമ്മളിപ്പോ എക്സ്പീരിയ കൊണ്ട് ഉദ്ദേശിച്ചതും. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ശരിക്കും നമ്മുടെ ഓരോ ബോഡി പാർട്സിനും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള മസാജാണ് ഇത് വരുന്നത്. പിന്നെ നമ്മുടെ കാലിന്, കൈക്ക്, അതുപോലെ നമ്മുടെ ഹെഡിനൊക്കെ വേണ്ടിയിട്ടുള്ള മസാജ് സിസ്റ്റം ഇതിൽ സെപ്പറേറ്റ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഇത് വെള്ളം ഓട്ടോമാറ്റിക് ഫിൽട്രേഷൻ ഉള്ളത് കൊണ്ട് തന്നെ 3 മാസത്തിലൊരിക്കൽ നമുക്ക് വെള്ളം ക്ലീൻ ചെയ്താൽ മതി, വെള്ളം മാറ്റിയാൽ മതി. ഓട്ടോമാറ്റിക് ഫിൽട്രേഷൻ വരുന്നുണ്ട്. ഫർണിച്ചറും ചെയ്യുന്നത് അല്ല, ഇത് ഫർണിച്ചർ അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ജാഗ്വറിന്റെ തന്നെ സോനാ ബാത്ത് എന്ന് പറയുന്ന
ഒരു സിസ്റ്റമാണ്. ആ. ഇത് നമുക്ക് പിന്നെ ഹെംലോക്ക് വുഡ് എന്ന് പറഞ്ഞൊരു വുഡിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഉള്ള കംപ്ലീറ്റ്ലി ഹെംലോക്ക് വുഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് ഡ്രൈ ഹീറ്റിംഗ് എന്നുള്ള രീതിയിലാണ് വരിക. ഡ്രൈ ഹീറ്റിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക് ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇൻഫ്രാറെഡ് ഉപയോഗിച്ചിട്ടുള്ള ഹീറ്റിംഗ് ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ സ്ട്രെസ് റിലീഫിനും അതുപോലെ നമ്മുടെ ഡെയിലി ബിസി ലൈഫാണ്. അതെ അതെ. ആ ബിസി ലൈഫിൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനോ നമ്മുടെ ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് അടുത്തതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ് അല്ലേ? അതെ അതെ അതെ. ഇത് ജാഗ്വറിന്റെ ക്ലൗഡ് എന്ന് പറയുന്ന അവരുടെ പുതിയ ഒരു സീരീസ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ടച്ച് സിസ്റ്റം ആണ് ഇതിൽ വരിക. നമുക്ക് മിസ്റ്റ് ഷവറിനെ ഒന്ന് കാണിക്കാം. ഇത് നമുക്ക് റെയിൻ ഷവറിൽ വരുന്നതാണ്. മിസ്റ്റിൽ വർക്ക് ചെയ്യും. ഹാൻഡ് ഷവർ, ബോഡി ജെറ്റ്. ഇപ്പൊ നമുക്ക് 4 ഔട്ട് വരെ ഇതിൽ വരുന്നുണ്ട്. അതിൽ 3 ഔട്ട് കൊടുക്കാൻ പറ്റും, 2 ഔട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ ക്ലൗഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു ടോട്ടൽ സിസ്റ്റം ജാഗ്വർ വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് പുതുതായിട്ട് ഇറക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ജാഗ്വറിന്റെ ലക്ഷറി സെഗ്മെന്റ് ആയ ആർട്ടിസിന്റെ ഒരു ഡിസ്പ്ലേ ഏരിയയിലാണ് നമ്മളുള്ളത്. ആർട്ടിസ് എന്ന് പറയുമ്പോൾ അവരെ പ്രൊഡക്ട്സ് കൂടുതലും ഇൻസ്പയർ ആയിരിക്കുന്നത് ആർട്ടിൽ നിന്നാണ്. അപ്പോൾ കൂടുതൽ ഇതിന്റെ പ്രൊഡക്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ ഡിസൈനേഴ്സ് ആണ്. ഇവരൊരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് പിന്നെ സാധാരണ ഇതിൽ മൗൾഡിൽ ഒഴിച്ച് അങ്ങനെ വരിക. ഇത് വെച്ചാൽ പ്യുവർ ബ്രാസിൽ നിന്ന് കട്ട് ചെയ്ത് പിന്നെ ഷേപ്പ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പൊ അതെ, പ്യുവർലി ശരിക്കും പറഞ്ഞാൽ ഇത് പ്യുവർലി ഒരു ക്രാഫ്റ്റഡ് പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ അതിന്റെ ഇഷ്ടംപോലെ ഡിസൈൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഇപ്പൊ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു നമ്മുടെ ബാംബൂന്റെ ഡിസൈനിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത് കോൺഫ്ലുവൻസ് എന്നാണ്. കോൺഫ്ലുവൻസ് എന്ന് പറഞ്ഞ ഒരു സീരീസിൽ വരുന്ന പ്രൊഡക്ട്സ് ആണ്. അത് ഫുൾ ആയിട്ട് ഒരു ബാംബൂ ഡിസൈനിൽ വരുന്ന സംഭവമാണ്. അപ്പൊ അതേപോലെ തന്നെ വേറെ പല ഒരുപാട് ഇപ്പൊ ലെക്സ അതുപോലെ ടെയിൽ വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സീരീസ് അവർക്ക് അവൈലബിൾ ആണ്. ഈ ആർട്ടിസ്റ്റിൽ തന്നെ പല രീതിയിൽ അവര് പല ഡിസൈനേഴ്സും ഡിസൈൻ ചെയ്തിട്ടുള്ള കുറെ പ്രൊഡക്ട്സ് ഉണ്ട്. ഒരു കൂടുതൽ ആർട്ടിസ്റ്റിൽ എന്ന് പറയുമ്പോൾ കൂടുതലും ഡിസൈൻ ബേസ്ഡ് പ്രൊഡക്ട്സ് ആണ് ഉള്ളത്. അപ്പൊ അവരെ ആക്സസറീസ് ആണ് ആർട്ടിസ്റ്റിൽ വരുന്നത്. ഇത് ആർട്ടിസ്റ്റിന്റെ ഒരു ഓക്സിപൂൾ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ ബബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ ശരീരത്തിലുള്ള ചെറിയ ചെറിയ പോറസ് ഒക്കെ ഓപ്പൺ ചെയ്ത് ആന്റി ഏജിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കൂടുതലും ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് ഇത് ഈ പ്രൊഡക്റ്റ് കൂടുതലും ചൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടത് ജാഗോറിന്റെ സ്പാ എന്ന് പറയുന്നത് നമുക്ക് മസാജ് തെറാപ്പി, ക്രോമോതെറാപ്പി കാര്യങ്ങളൊക്കെ വരുന്ന പ്രൊഡക്റ്റ് ആണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമ്മളെ പല കസ്റ്റമേഴ്സിനും ആവശ്യമുണ്ട്, അതായത് വീട്ടിൽ ജാഗോറിനെ വെക്കണം എന്നുണ്ട്. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ജാഗോറിന്റെ ഒരു എക്കണോമിക്കൽ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എസ്കോ. അതെ അതെ അതെ. അപ്പൊ അതൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. ഓക്കെ. എസ്കോയിലും നമുക്ക് ടാബിൾ ടോപ്പ് വാഷ് ബേസിനും വാൾ ഹാങ് ഡബ്ല്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 2500 രൂപ മുതൽ പ്രൈസ് സ്റ്റാർട്ട്. അതെ അതെ അതെ. 2500 രൂപ മുതൽ നമുക്ക് ടാബിൾ ടോപ്പ് വാഷ് ബേസിൻസ് ഒക്കെ എസ്കോയിലുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഷോറൂമിൽ ഇതേപോലുള്ള ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബാത്റൂം ഫിറ്റിംഗ്സോ അല്ലെങ്കിൽ ഇതേപോലെ നല്ല ടൈലിന്റെ കളക്ഷൻസ് ഇങ്ങനെയൊക്കെയാണ് കാണാറുള്ളത്. പക്ഷെ ഇവിടെ ABC എക്സ്പീരിയയിൽ നിങ്ങൾ ഒരു വെറൈറ്റി ആയിട്ട് ലൈറ്റ്സ് കൂടി ചെയ്തിട്ടുണ്ട്. അതെ. അപ്പൊ ജാഗോറിന്റെ ലൈറ്റ്സ് തന്നെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ജാഗോർ ബ്രാൻഡിൽ വരുന്ന നമുക്കിപ്പോ വാൾ ലൈറ്റ്സ്, സീലിംഗ് ലൈറ്റ്സ്, പാനൽ ലൈറ്റ്സ് എല്ലാ ടൈപ്പ് ലൈറ്റ്സും ജാഗോറിലുണ്ട്. അപ്പൊ അതിന്റെ ഒരു കളക്ഷൻ തന്നെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വാളിൽ കൊടുക്കാൻ പറ്റുന്ന ലൈറ്റ്സ് ആണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ലൈറ്റിംഗ് ഒക്കെ എടുക്കണ, അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരു പേടിയാണ് അടിച്ചു പോകുക. അപ്പൊ ജാഗോർ എന്നുള്ള ബ്രാൻഡ് വാല്യൂ ആകുമ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റ് വാറണ്ടി സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും. കുറെ ലോക്കൽ ബ്രാൻഡ്സ് കുറെ ഉണ്ടെങ്കിലും അതിന്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവരെ പിന്നാലെ നടക്കേണ്ടി. അതെ അതെ അതെ. ഇത് ജാഗോറിന്റെ ഓൺ പ്രൊഡക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്പെയറോ കാര്യങ്ങളോ എല്ലാം അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഈ സിംബോളോ അതേപോലെ തന്നെ നെക്സിയോന്റെ എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോയിലേക്കാണ് കാരണം. അതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഈ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചൊന്ന് പറഞ്ഞെടുക്കും. നമുക്ക് ശരിക്കും 1998 തളിപ്പറമ്പിലാണ് നമ്മുടെ ഫസ്റ്റ് ഷോറൂം വരുന്നത്. അപ്പൊ അതിന് ശേഷമുള്ള ഓരോ എന്താ പറയാ നമ്മളെ ഷോറൂം ഓപ്പൺ ആയ മെയിൽ സ്റ്റോൺസ് ആണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ 2024 ഒക്ടോബർ 9 നമ്മുടെ ഈ ഷോറൂം ഓപ്പൺ ആയത്. അപ്പൊ അതിനിടെ നമുക്ക് ഓൾ കേരള ഏകദേശം 16ഓളം റീറ്റെയിൽ സ്റ്റോർസ് ഉണ്ട്, ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ് ഉണ്ട്. അതുപോലെ അതുകൂടാണ് 9ഓളം രാജ്യങ്ങളിൽ നമുക്ക് ഇപ്പോ ഷോറൂംസ് ഉണ്ട്. അടുത്തൊരു ബ്രാൻഡ് അതെ നെക്സിയോൺ. നെക്സിയോൺ എന്ന് വെച്ചാൽ ഇറ്റാലിയൻ കളക്ഷൻസ് ആണ് കൂടുതൽ.
പിന്നെ അതിന്റെ നല്ല വെറൈറ്റീസ് പ്രീമിയം ആണല്ലേ? പ്രീമിയം ആണ്, ഓക്കെ. അൾട്രാ പ്രീമിയം പ്രൊഡക്ട്സ് ആണ് നെക്സോണിന്റെ. നെക്സോൺ വെച്ചാൽ നമുക്ക് മാർബിൾ ഫിനിഷസ് ആണ്. മാർബിൾ ഫിനിഷ് ഒറ്റ ഐറ്റത്തിന്റെ തന്നെ ഏകദേശം 8ഓളം വെറൈറ്റി സർഫേസസ് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ അത് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പൾപ്പിസ് ഗ്രിജിയോ എന്ന് പറയുന്ന ഒറ്റ ഐറ്റത്തിന്റെ 8 വെറൈറ്റി സർഫേസസ് ആണത്. ഓക്കെ ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒറ്റ ഐറ്റത്തിൽ തന്നെ 3 സർഫേസിന്റെ സിംഗിൾ പീസ് ഡിസ്പ്ലേ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഇതൊക്കെ 4 സൈസിൽ കിട്ടും. 8x4 കിട്ടും, 4x4 കിട്ടും, 1600 800 എന്ന് പറയുന്ന സൈസ് കിട്ടും, 4x2 കിട്ടും. 4 സൈസസിൽ നമുക്ക് സാധാരണ കേസിൽ ഒരു ബെഡ്റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര വലിയ സൈസ് വേണ്ട. അതെ, അപ്പൊ അതേ പാറ്റേണിൽ നമുക്ക് ചെറിയ സൈസിലൊക്കെ നമുക്ക് ചെയ്യാൻ കിട്ടും. പറ്റും. അതെ അതെ അതെ. ഓക്കെ. നമുക്ക് എല്ലാ പ്രൊഡക്റ്റും നെക്സിയോടെ പ്രത്യേകിച്ച് എല്ലാ പ്രൊഡക്റ്റും ഈ 4 സൈസിലും മിനിമം കിട്ടും അല്ലേ? അതിന്റെ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഉള്ളത്. എല്ലാത്തിന്റെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 അല്ലെങ്കിൽ 8 സർഫേസസ് കിട്ടൂല. പക്ഷെ ഈ ഇവിടെ ഇത് ഡിസ്പ്ലേക്ക് വെച്ചല്ലോ, ഇത് ഈ മെറ്റീരിയലിൽ വരുന്ന. അതെ, ഈ ടൈലിന്റെ തന്നെ ടേബിൾ ടോപ്പ് ആയിട്ട് വരുന്ന ലെപ്പാറ്റോ മാറ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ ചെയ്തതാണ്. ടേബിൾ ടോപ്പ് ആയിട്ട് വരുന്നതല്ല, ഫ്ലോറിംഗ് കൊണ്ട് യൂസ് ചെയ്യുന്നതാണ്, ഓൺലൈൻ ചെയ്യുന്നതാണ്. ജസ്റ്റ് ടേബിൾ കൺസെപ്റ്റ് ചെയ്തതാണ്. ഓക്കെ. ഇപ്പോൾ ചില ആർക്കിടെക്ട്സ് ഒക്കെ അവർക്ക് ഇന്ന ഡിസൈൻ വേണമെന്ന് പറയും. അപ്പൊ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ അതിന് വേണ്ടി ഇപ്പൊ ജസ്റ്റ് ഈ വാളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് കളർ വേണം ആ കളർ ചൂസ് ചെയ്തിട്ട് അതിന്റെ സിംഗിൾ പീസ് കാണാനുള്ള സൗകര്യം ഉണ്ട്. നമുക്ക് ഇത്രയും കളേഴ്സ് ആണ് പിന്നെ നെക്സോണിൽ വരിക. അപ്പൊ നമുക്ക് ഇപ്പൊ ഇതിലൊരു കളർ സെലക്ട്, ഇപ്പൊ ചില ആൾക്ക് ഗ്രേ കളർ വേണം അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ അത് സെലക്ട് ചെയ്ത് അതിന്റെ സിംഗിൾ പീസ് കാണാനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. ഓക്കെ. ഇത് കൂടാതെ ഒരുപാട് ഇതൊക്കെ അതിന് പുറമെ വരുന്ന ഓരോ ഡിസ്പ്ലേ. അതെ, നമുക്ക് ഇപ്പൊ ജസ്റ്റ് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ട്രേ യൂണിറ്റ് ആണ്. പിന്നെ അവർ തന്നെ മാറ്റ് ഫിനിഷ് സ്റ്റൈലിന്റെ കളക്ഷൻസ് ആണ്. സ്റ്റോൺ ഫിനിഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പോക്സി കൊടുത്ത് ചെയ്യണോ അല്ലെങ്കിൽ കമ്പനി പറയുന്നത് മിനിമം 2 mm സ്പേസർ യൂസ് ചെയ്തിട്ട് ചെയ്യണം. പിന്നെ വലിയ ടൈൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും വലിയ സ്ലാബ് ആയതുകൊണ്ട് ഗമ്മിൽ തന്നെയാണ് യൂസ് ചെയ്യുക. പെട്രിഫൈഡ് ബോഡി ആയതുകൊണ്ട് നമുക്ക് എന്തായാലും അഡ്ഹസീവ് തന്നെ യൂസ് ചെയ്യണം. കാരണം ഇതിന്റെ ക്യൂറിങ്ങും കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. ഇതൊക്കെ പ്ലെയിൻ കളേഴ്സ് ആണ് അതോ വുഡൻ? പ്ലെയിൻ കളേഴ്സ്. ഇപ്പൊ അതിൽ നമുക്ക് ടെറാലിനോ എന്ന് പറയുന്ന ഒരു സീരീസ് ആണ് ഇത്. അതിൽ ശരിക്കും ഇപ്പൊ ടെക്സ്ചർ ഫിനിഷ് വരുന്നുണ്ട്. ടെക്സ്ചർ ഫിനിഷ് ടെറാലിനോ അഥവാ നമുക്ക് ടെറാക്കോട്ടിന്റെയും ലിനൻ എന്നുള്ള ക്ലോത്തിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഇത്. അപ്പൊ അത് 9 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് കോർട്ട് യാർഡിലോ അല്ലെങ്കിൽ വാഷ് ബേസിൻ ഫ്ലോറിൽ ഒക്കെ ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? അത് പിന്നെ ഇതിന്റെ എല്ലാ കളേഴ്സും നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിപ്പോ ബാത്റൂമിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു പിന്നെ ട്രേ യൂണിറ്റ് ഉണ്ട് ഇവിടെ. ഇപ്പൊ നമുക്ക് ഗ്രീൻ എടുത്തു കഴിഞ്ഞാൽ ഗ്രീനിൽ ഇപ്പൊ ഈ ബ്ലാക്ക് മാച്ച് ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിത് നമുക്ക് ഏത് കളറും ഏതിനോടും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോ റെഡ് എടുത്തു കഴിഞ്ഞാലും അപ്പോൾ നമുക്ക് സിംബോളിന്റെ സ്റ്റുഡിയോ കാണാം. ഓക്കെ. അപ്പോൾ മോക്കപ്സ് ആണ് ഇനി കാണിക്കണത് അല്ലേ? അതെ അതെ. സിംബോളിന്റെ ഓരോ ടൈല് വെച്ചിട്ടുള്ള ഏകദേശം 10ഓളം മോക്കപ്സ് നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് കസ്റ്റമർക്ക് ഒരുപാട് സെലക്ഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ. അത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇന്ന ഒരു ടൈം പീരീഡിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യാറുണ്ടാവും അല്ലേ? ഒരു 6 months കൂടുമ്പോൾ നമ്മൾ ഇത് ചേഞ്ച് ചെയ്യും. നമ്മളിപ്പോൾ ഇത് പുതിയ സ്റ്റോറാണ്. നമ്മൾ നോർമലി മറ്റുള്ള ഷോറൂംസിലൊക്കെ നമ്മൾ ഒരു 6 months ഒക്കെ കൂടുമ്പോഴാണ് ഇത് അപ്ഡേറ്റ് ചെയ്യുക. ഇത് സിംബോളിന്റെ തന്നെ പുതിയ ഒരു സീരീസിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ്. നമുക്ക് 15 mm തിക്നെസ്സിൽ 6x4 അതുപോലെ 80-300 3 മീറ്റർ കൗണ്ടർ ടോപ്പിന് യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ സ്റ്റെയർ കേസ് അതുപോലെ വരാന്ത പോലുള്ള ഏരിയകൾക്കൊക്കെ കൊടുക്കുന്ന ടൈപ്പാണ്. പുതിയ മൊറോക്കൻ ടൈപ്പിൽ വരുന്നത്. അതെ, ഇത് വെച്ചാൽ കാർപ്പറ്റ് ടൈൽ എന്നാ പറയാം. നമുക്ക് 2020 സൈസിൽ അതിന്റെ കോർണർ അതുപോലെ ബോർഡർ അതുപോലെ ബേസ് ടൈൽ എന്നുള്ള രീതിയിൽ ഒരു കൺസെപ്റ്റ് വരുന്നതാണ്. അതും സിംബോളോട് പുതിയ ഇതിൽ വരുന്ന ആൽക്കമിയ കളക്ഷൻ എന്നാ പറയാം, അതിൽ വരുന്ന പ്രൊഡക്റ്റ്.
ഈ അൽക്കിമിയ എന്ന് പറയുന്നതിൽ നമുക്ക് 3 സർഫേസിൽ കിട്ടും. ഗ്ലോസിൽ കിട്ടും, മാറ്റിൽ കിട്ടും, പിന്നെ ഒരു റോ ടെക്സ്ചർ. ഈ ടെക്സ്ചറിലും കൂടി നമുക്ക് മെറ്റീരിയൽ കിട്ടും. ഏകദേശം 6ഓളം കളേഴ്സ് ഉണ്ട് അതിൽ. അത് സിംബോള ഏറ്റവും നമുക്ക് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് റിക്കോ കളക്ഷൻ, അഥവാ പോഷ് ഫിനിഷ് എന്നാ പറയാം. നമ്മളിപ്പോ വെള്ളമൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെമ്പിലയിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലുള്ള ഒരു പ്രൊഡക്റ്റാണ് റിക്കോ സീരീസ്. അതിലും ഒരുപാട് ഡിസൈൻസ്, വെറൈറ്റി ഡിസൈൻസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ ഫ്ലാറ്റ് ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്താണെങ്കിൽ പോലും വെള്ളം നിൽക്കുകയാണെങ്കിൽ അതെ, ആ രീതിയിൽ നമുക്ക് ഇപ്പൊ തുള്ളി ചെമ്പിലയിൽ നിൽക്കുന്ന ഫീലാണ് നിൽക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ് ഒക്കെ എളുപ്പമായിരിക്കും. എളുപ്പമാവും. മറ്റുള്ള പോലെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു പ്രശ്നം വരില്ല. ശരിക്കും സിംബോളോന്റെ റിക്കോ കളക്ഷനിൽ ഗ്ലിമ്മടെക് എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ്. ഇതിലിപ്പോ ചെറിയ രീതിയിൽ ഒരു ഗ്ലേസിംഗ് എഫക്ട് നമുക്ക് കാണാൻ പറ്റും. ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഗ്ലിമ്മടെക് എന്ന ടെക്നോളജിക്ക് പറയാം. നമുക്ക് ഈ ഷോറൂമിൽ വന്നു കഴിഞ്ഞാലാണ് വീഡിയോയിൽ എത്രത്തോളം ഇത് കാണുന്നത് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് അവൈലബിൾ. അതെ അതെ. ഇത് സിംബോയുടെ റോക്ക് ഡെക്ക് എന്ന് പറഞ്ഞ സീരീസിൽ വരുന്നതാണ്. അഥവാ നമുക്ക് ഓപ്പൺ ടെറസ് അതുപോലെ ഔട്ട്ഡോർ ഏരിയയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ്. ഇത് കുറേ പല വെറൈറ്റീസിലുണ്ട്. ഇതെങ്ങനെ സൈസ് എങ്ങനെ വരുന്നത്? ഇതിലിപ്പോൾ വരുന്നത് 2x2, 2x1, 1x1. അതുകൂടാതെ 400 എന്ന് പറയുന്ന സൈസ് ഉണ്ട്. അതുപോലെ ചെറിയ ചെറിയ സൈസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 40 എന്ന് പറയുന്ന സൈസാണ്, 40 സെന്റിമീറ്റർ. ഇതും അതുപോലെ അവരുടെ പുതിയ കളക്ഷനിൽ വരുന്നതാണ്. നമുക്കിത് ഈ 3 സൈസും മിക്സ് ആയിട്ടാണ് ഒരു ബോക്സിൽ വരിക. ഓക്കെ. നമ്മളിൽ പല ആൾക്കാരും കിച്ചണിലേക്ക് പറ്റിയിട്ടുള്ള വെറൈറ്റി ഐറ്റംസ് ചോദിച്ചു വരാറുണ്ട്. അപ്പൊ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ. അതെ 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 അതെ. ഇത് കിച്ചൺ ടോപ്പിന് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഫുൾ ബോഡിയിലാണ്. 15 തിക്നെസ് ആണ്. കിച്ചൺ ടോപ്പ് ചെയ്യാം. നമുക്ക് അതുപോലെ വരാന്ത, സ്റ്റെയർ കേസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ആണ്. ഇതൊക്കെ ഫുൾ ബോഡി അല്ലല്ല, കളർ ബോഡി വരുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു പോഷ് ഫിനിഷ് എന്ന് പറഞ്ഞ ഫീലിൽ ഉള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് സിംബോളിന്റെ സ്പെക്ട്ര കളക്ഷൻ എന്ന് പറയുന്ന ഒരു കളക്ഷനിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ്. നമുക്ക് 12 കളേഴ്സിൽ ഈ സാധനം അവൈലബിൾ ആണ്. ഇത്രയും കളേഴ്സ് ഉണ്ട്. അതിപ്പോൾ നമ്മുടെ ഇപ്പോൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന പല പ്രൊഡക്റ്റിന്റെ പേരിലാണ് ഈ കളേഴ്സ് അവൈലബിൾ അറിയപ്പെടുന്നത്. ഇപ്പോൾ സോൾട്ട്, പീനട്ട്, ചീസ്, വൈന്, ക്യുമിൻ, ടാങ്കോ, മസ്റ്റാർഡ്, ഹെർബ്സ്, ബെറി, ചില്ലി ആൻഡ് പെപ്പർ. ഇത്രയും ഇതിൽ നമുക്ക് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 7ഓളം സൈസിൽ നമുക്ക് ഇത് കിട്ടും. 9x4 കിട്ടും, 8x4 കിട്ടും, 6x4 കിട്ടും, 4x4 കിട്ടും. അതുപോലെ 4x2, പിന്നെ ചെറിയ സൈസുകൾ വെച്ചാൽ നമുക്ക് 20 സൈസ് കിട്ടും. പിന്നെ നമുക്ക് ഇതുപോലെ ക്ലാഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത് ചെറിയ സൈസും കിട്ടും. അതിൻ്റെ ഒരു ടെക്സ്ചർ ഫിനിഷുള്ള സാധനമാണ്. ഇതൊരു 6 കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതും അതുപോലെ ഒരു 6 കളറിൽ കിട്ടും. ഇത് സിംബോയുടെ സ്പെക്ട്ര സീരീസിൽ തന്നെ വരുന്ന ടൈനി ടൈൽസ് ആണ്. അപ്പോൾ 200 100 ആ സൈസിലാണ് നമുക്ക് ഇത് കിട്ടുക. നമുക്കിത് ഒരു കാർപ്പറ്റ് ടൈലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു ബോർഡർ ടൈലാണ്. അതുകൂടാതെ 2 സൈഡിൽ ബോർഡറൊക്കെ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിപ്പോൾ ലിവിങ് ഏരിയയിലോ അങ്ങനെയുള്ള ഏരിയ, ഇപ്പോൾ ഒരു ബെഡിൻ്റെ ഏരിയയിലൊക്കെ നമുക്ക് ഒരു കാർപ്പറ്റ് വിരിച്ചൊരു ഫീല് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ സൈസ് വരുന്നത് തന്നെയാണ്. ഇതുപോലെയാണ് വരിക. നമുക്കിപ്പോൾ ബോർഡർ വേറെയാണ്, പിന്നെ അതിൻ്റെ കോർണർ വേറെയാണ്, ബേസ് ടൈൽ വേറെയാണ്. ഈ ഒരു ഫീല് കിട്ടും. കാർപ്പറ്റിന്റെ ഫീൽ കിട്ടും. പിന്നെ സിംബോളോണ്ട് തന്നെ വുഡൻ പ്ലാങ്ക്സ്. എത്ര വീതി വരിക?
8 ഇഞ്ച് 8 ഇഞ്ച് 20 സെന്റിമീറ്റേഴ്സ് ആണ് വീതി വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെയറിലൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പറ്റില്ല. ഇത് പറ്റില്ല. സ്റ്റെയർ മിനിമം 1 ഫീറ്റ് എങ്കിലും വരുമല്ലോ. ഓക്കെ. പ്ലെയിൻ കളേഴ്സ് ആണിത്. ആ, ബ്ലാക്ക് വൈറ്റ് ആ രീതിയിൽ എല്ലാ കളേഴ്സും നമുക്ക് പ്ലെയിനിൽ. ഇത് വരുന്നത് കോർട്ട്യാർഡ് കളക്ഷനിൽ വരുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ട ആ വുഡൻ ടെക്സ്ചറുള്ള ടൈല് വെച്ചിട്ട് ഒരു കിച്ചൺ ടോപ്പ് മോക്കപ്പ് ചെയ്തൊരു ഫിനിഷാണിത്. എനിക്ക് തോന്നുന്നത് അങ്ങനെ 45 ആക്കിയാണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സ് തന്നെ വേണം. അതെ അതെ അതെ. കാരണം അത് ഒരു സിങ്കിന്റെ ആ ഒരു ഏരിയ വരെ കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ചെയ്ത് കണ്ട ഇത്രയും നല്ല ഫിനിഷിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ ലോക്കലായിട്ടുള്ള ഒരാളെ കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, റെഡി ആവില്ല. നല്ല ഭംഗിയിൽ തന്നെയുള്ള മോക്കപ്പ് സെറ്റാണ്. കിച്ചൺ നല്ല ഭംഗിയായിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ ബ്രാൻഡഡ് പ്രീമിയം ടൈൽസ്, സാനിറ്ററി ലൈറ്റ്സ് ഇതാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഷോറൂമാണ് ABC എക്സ്പീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ABC എക്സ്പീരിയ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ഥാപനം വരുന്നത് കണ്ണൂർ ചാല ബൈപ്പാസിലാണ്. അപ്പോൾ നിങ്ങളൊരു പ്രീമിയം ബ്രാൻഡഡ് ഐറ്റംസ് ആണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ബെറ്റർ ചോയ്സ് ആണ് ABC എക്സ്പീരിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യുക. അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആവശ്യക്കാർക്ക് വിളിക്കാവുന്നതാണ്. ഓൾ കേരള ഇവർ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും